السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഒരു മുസ്ലിമിൻ്റെ നിത്യജീവിതത്തിലുള്ള വ്യത്യസ്ത ഘട്ടങ്ങളിൽ അവൻ ചെയ്യേണ്ട സുന്നത്തായ കർമ്മങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ദർസിൽ നമ്മൾ ചർച്ച ചെയ്തു വന്നത്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, സുന്നത്തുകൾ രണ്ട് രൂപത്തിലുണ്ട്. അസ്സുനനുൽ മൗഖൂത്ത, രണ്ടാമത്തേത് അസ്സുനനു ഗൈറുൽ മൗഖൂത്ത. സമയം നിർണയിക്കപ്പെട്ട സുന്നത്തുകൾ അസ്സുനനുൽ മൗഖൂത്ത, ചില പ്രത്യേക സമയത്താണ് അത് ചെയ്യൽ സുന്നത്തായിട്ടുള്ളത്. അതാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞു, സമയം അത് ആദ്യം ആരംഭിക്കുന്നത് ഈ സുന്നത്തുകൾ അത് ഖബലൽ ഫജ്റാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറങ്ങി എഴുന്നേറ്റ ഉടനെയുള്ള സുന്നത്തുകളുണ്ട്. അതുപോലെ തന്നെ രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട സുന്നത്തുകളുണ്ട്. ഇതൊക്കെ ഫജ്റിന് മുമ്പേ തന്നെ ഉള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിതാണ് ചർച്ച ചെയ്തത്. അതിനുശേഷം സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വഖ്തുൽ ഫജ്റാണ്. ഫജ്റിൻ്റെ ബാങ്ക് വിളിക്കുന്ന മുതൽ ഫജ്ർ നിസ്കാരം വരെയുള്ള സുന്നത്തുകളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കുക. അതിന് മുമ്പ് വരെയുള്ളത് വിത്ർ ഉൾപ്പെടെയുള്ള സുന്നത്തുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഫജ്റിൻ്റെ ബാങ്ക് മുതൽ നമുക്കുള്ള സുന്നത്തായ കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. ഓരോ മുസ്ലിമും ഫജ്ർ ബാങ്ക് കൊടുക്കുന്ന മുറക്ക് അവൻ ശ്രദ്ധിക്കേണ്ട, പാലിക്കേണ്ട സുന്നത്തായ കാര്യങ്ങളാണ് ഇതിൽ വിശദീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, ഫിഹി ഇദ്ദത്തു അഅമാലിൻ ഹിയ മിൻ ഹദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ട ഒരുപാട് അമലുകളുണ്ട്. ഒന്നാമതായി അദ്ദേഹം കൊടുത്തത് അൽ അദാൻ, ബാങ്ക് എന്നുള്ള കാര്യമാണ്. ബാങ്ക് എന്നുള്ളത് സുന്നത്താണ് എന്നല്ല, മറിച്ച് ബാങ്കുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും അതിൽ പാലിക്കേണ്ടതായ സുന്നത്തായ കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നു, വഫീഹി ഇദ്ദത്തു സുനൻ, ബാങ്കിൻ്റെ വിഷയത്തിൽ മാത്രം ഏതാനും സുന്നത്തുകളുണ്ട്. അതിലൊന്നാമത്തേത് മുതാബഅതു അൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യുക, അതേപോലെ ഫോളോ ചെയ്യുക, അദ്ദേഹത്തെ നമ്മൾ അതേപോലെ തുടരുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ്, പക്ഷേ വലിയ ശ്രേഷ്ഠത ഉള്ളൊരു അമലാണ് എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ. നിങ്ങൾ ബാങ്ക് വിളിക്കുന്നവൻ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ, മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ, ഫഖൂലു നിങ്ങൾ പറയണം, മിസ്ല മാ യഖൂൽ അയാൾ പറയുന്നത് പോലെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ വളരെ വിശദമായിട്ട് തന്നെ, ഈ ആദ്യം കേട്ട ഹദീസ് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇമാം മുസ്ലിം തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ വിശദമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖാലൽ മുഅദ്ദിനു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഫഖാല അഹദുക്കും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇമാം മുഅദ്ദിൻ അല്ലാഹു അക്ബർ എന്ന് 2 പ്രാവശ്യം പറയുമ്പോൾ നിങ്ങളും എന്ത് ചെയ്യണം, അല്ലാഹു അക്ബർ എന്ന് പറയണം. സുമ്മ ഖാല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നിങ്ങളും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം പറയണം. സുമ്മ ഖാല അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഖാല അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അതുപോലെ നിങ്ങൾ തുടരണം. സുമ്മ ഖാല ഹയ്യ അലസ്സലാഹ് ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നീട് മുഅദ്ദിന് ഹയ്യ അലസ്സലാഹ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല ഒരു കഴിവുമില്ല, വലാ ഖുവത ഒരു ശക്തിയുമില്ല, ഇല്ലാ ബില്ലാഹ് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ കഴിവോ ശക്തിയോ ഇല്ല, അത് നിങ്ങൾ പറയണം. സുമ്മ ഖാല ഹയ്യാലൽ ഫലാ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നീട് വിജയത്തിലേക്ക് വരിക, ഹയ്യാലൽ ഫലാ എന്ന് പറയുമ്പോൾ നിങ്ങൾ വീണ്ടും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയണം. സുമ്മ ഖാല അല്ലാഹു അക്ബർ. പിന്നീട് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയണം,
ഖാല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, നിങ്ങൾ അല്ലാഹു അക്ബർ പറയണം. സുമ്മ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നീട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഇങ്ങനെല്ലാം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ മിൻ ഖൽബിഹി, അവന്റെ കൽബിൽ നിന്നാണ് ഇത് പറയുന്നത്, ശ്രദ്ധിച്ചിട്ടാണ് പറയുന്നത് എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത് ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. ഏത്, നമ്മളിങ്ങനെ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക എന്ന് പറയുന്നത്. പലരും അത് നിസ്സാരമായി അവരുടെ ജോലി തിരക്കിലും മറ്റുമൊക്കെ ബാങ്ക് വിളിക്കുമ്പോൾ ശ്രദ്ധിക്കാറേ ഇല്ല എന്നുള്ളതാണ് വസ്തുത. മുൻഗാമികൾ പറയുന്നതായി ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല, അദ്ദേഹം ഇബ്നു ജുറൈജിൽ നിന്നും ഉദ്ധരിക്കുന്നുണ്ട്. അവർ പറയാണ്, മുൻഗാമികൾ നമ്മൾ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ എത്രത്തോളം സാഗൂതം ശ്രദ്ധിച്ചു കേൾക്കുമോ അതുപോലെ ബാങ്ക് കൊടുക്കുമ്പോൾ അവർ ശ്രദ്ധിച്ചു കേൾക്കുമെന്നായിരുന്നു. നമ്മൾ ഖുർആൻ പാരായണം കേട്ട് കഴിഞ്ഞാൽ നമുക്കുള്ള സുന്നത്ത് എന്താണ്? നമ്മൾ മറ്റു വർത്താനത്തിൽ നിൽക്കാൻ പാടില്ല, ഇത് കേൾക്കണം, അങ്ങനെയാണ്. അപ്പം അതുപോലെ ബാങ്ക് കൊടുക്കുന്നത് കേട്ടാലും അവരങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ്. കാരണം ഇത്ര ശ്രേഷ്ഠത ഉണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് പറഞ്ഞിരിക്കുകയാണ്. വിശദീകരിച്ച് ഓരോന്ന് പറയുമ്പോൾ എന്ത് നിങ്ങൾ പറയണമെന്നുള്ളത് വിശദീകരിച്ച് പറഞ്ഞിരിക്കുകയാണ്. കാരണം അതിൽ വലിയ ഖൈറുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഉമ്മത്തിനുള്ള മുഴുവൻ ഖൈറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മിൻ ഖൽബിഹി എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവൻ നല്ല ഇഖ്ലാസോടുകൂടി ഖൽബിൽ നിന്ന് പറയണം. അപ്പോൾ പറയുന്ന കാര്യമൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് അത് ഏറ്റു പറയുകയാണെങ്കിൽ, ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യമൊക്കെ ചിന്തിച്ച ഒരാൾ പറയുകയാണെങ്കിൽ ദഖലൽ ജന്ന എന്നാണ് പറയുന്നത്. ഇനി നോക്കൂ സഹോദരങ്ങൾ, ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഈ മുതാബഅത്തിനെ കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിന് സാദുൽ മആദിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെല്ലാമാണോ ദിക്റുകൾ ഉള്ളത് അവിടെ ദിക്റായിട്ട് തന്നെ നമ്മളോട് ഏറ്റു പറയാനാണ് പറയുന്നത്. അല്ലാഹു അക്ബർ ദിക്റാണ്. അതുപോലെ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇതൊക്കെ നമ്മൾ അതേപോലെ തന്നെ പറയാനാണ് പറയുന്നത്. എന്നാൽ ഹയ്യ അലസ് സലാ, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞ് നിസ്കാരത്തിലേക്ക് വരിക, വിജയത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്കാരത്തിലേക്ക് വരിക എന്നല്ലല്ലോ പറയേണ്ടത്, നമ്മളത് കേൾക്കുന്നവരാണ്. അത് കേൾക്കുമ്പോൾ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് കേൾക്കുന്ന ഓരോ പുരുഷനെ സംബന്ധിച്ചിടത്തോളവും മസ്ജിദിൽ പോയി അതിന് ഇജാബത്ത് കൊടുക്കാനുള്ള ബാധ്യതയാണ്. ഓരോ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതാത് സമയത്ത് ആ വിജയത്തിൻ്റെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് അവർക്ക് ബാധ്യതയാണ്. അതുകൊണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മസ്ജിദിലേക്ക് വന്ന് നിസ്കരിക്കണമെങ്കിൽ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ നിന്നും ആ നിസ്കാരം നിർവഹിക്കണമെങ്കിൽ എന്തു വേണം? അള്ളാഹുവിൻ്റെ സഹായം വേണം. അള്ളാഹുവിൻ്റെ കഴിവും ശക്തിയും ഇല്ലാതെ റബ്ബ് ഇതെനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന കാര്യം ഏറ്റുപറയുക. അത് നമ്മൾ ചിന്തിക്കണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബാങ്ക് കേട്ടാൽ എനിക്കങ്ങ് വിചാരിച്ചതുപോലെ നേരെ അങ്ങ് പോകാനൊന്നും സാധിക്കുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കഴിവും ശക്തിയും അവൻ്റെ തൗഫീഖും ഒക്കെ എനിക്ക് കിട്ടണം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു ഇബാദത്തിലും ഒരു മനുഷ്യനുണ്ടാകേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യമാണത്. റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അതല്ലാതെ എൻ്റെ കഴിവ്, എൻ്റെ ശക്തി, എൻ്റെ ആരോഗ്യം, എൻ്റെ ബുദ്ധി, ഇതൊന്നും കൊണ്ട് എനിക്ക് ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുകയില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ അല്ലാഹു തആലയുടെ ഇബാദത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇസ്തിആനത്ത് ഒരുമിച്ച് പറയുന്നുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബ് നിന്നെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ഇവിടെയും മഹാന്മാരായ പണ്ഡിതന്മാർ അതിൻ്റെ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞതിൻ്റെ രഹസ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇബാദത്തുകൾക്ക് ഇസ്തിആനത്ത് ആവശ്യമാണ്. അള്ളാഹുവിനോടുള്ള സഹായം നമുക്ക് ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുകയില്ല. ഇബാദത്ത് അള്ളാഹു താലക്ക് മാത്രമാക്കുക എന്ന് പറയുന്നത് അത് ഇഖ്ലാസാണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും അതിനെ നിരാകരിക്കുന്ന കാര്യമാണ്. മനുഷ്യന് സംഭവിക്കാവുന്ന അബദ്ധത്തിൽ ഒന്നതാണ് ഷിർക്ക് കലർന്നു വരിക, റിയാവ് കലർന്നു വരിക. അത് പാടില്ല. ഇയ്യാക നഅ്ബുദു. രണ്ടാമത്തെ കാര്യം അവൻ സ്വന്തത്തിനോട് ഷിർക്ക് കാണിക്കുക എന്നുള്ളതാണ്. അത് ഉജ്ബുണ്ടാവുക, സ്വന്തം കാര്യത്തിൽ ഒരു കിബറും അത്ഭുതം കുറലും ഒക്കെ. ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നതോടുകൂടി അതിനെ അറുത്തു മാറ്റുകയാണ്. അള്ളാഹിൻ്റെ സഹായം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, എൻ്റെ കഴിവൊന്നല്ല. എൻ്റെ അടുത്ത് സമ്പത്തുണ്ടായാലും അത് ചെലവഴിക്കാൻ എനിക്ക് തൗഫീഖ് കിട്ടുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഔദാര്യം കാരണത്താൽ അവനെ സഹായിക്കുന്നത് കൊണ്ടാണ്, അവനങ്ങനെ തോന്നിപ്പിച്ചത് കൊണ്ടാണ്. ഇത്രയും പൈസ ഉണ്ടായ എല്ലാവരും ഇത് ചെയ്തിട്ടില്ല. റബ്ബ് അതെനിക്ക് മനസ്സിലാക്കി തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഹിദായത്തിൻ്റെ മാർഗ്ഗങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. ഖൈറിൻ്റെ മാർഗ്ഗങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല എൻ്റെ മുന്നിൽ എത്തിച്ചു തന്നു. അങ്ങനെ അതെനിക്ക് ചിന്തിപ്പിച്ചു തന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അള്ളാഹു നൽകിയ മാനസികവും ശാരീരികവുമായ മുഴുവൻ കഴിവുകളും ഉപയോഗിച്ചിട്ടാണ്
നമ്മൾ ആ അമല് ചെയ്യുന്നത്. അപ്പം അവിടെ സഹോദരങ്ങൾ അതിൻ്റെ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പം ഇതാണ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ സുന്നത്ത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദിവസം തുടങ്ങുമ്പോൾ അവൻ ആദ്യം കേൾക്കുന്ന ബാങ്ക് ഫജ്റിൻ്റെ ബാങ്കാണ്. അതുകൊണ്ട് അദ്ദേഹം അതിവിടെ വിശദമായി കൊടുക്കുകയാണ്. പിന്നീട് വക്തുൽ ളുഹറിലും വക്തുൽ അസറിലൊന്നും ഇത് വീണ്ടും കൊടുക്കുന്നില്ല. ഇതെല്ലാ വക്തിലും വേണ്ടത് തന്നെയാണ്, എല്ലാ വക്തിലും ഇത് വേണ്ടത് തന്നെയാണ്. പക്ഷേ ഒന്നാമത്തെ ബാങ്ക് ആദ്യത്തെ സമയമായ ഈ വക്തുൽ ഫജ്റിലുള്ളത് കൊണ്ട് അവിടെ അദ്ദേഹം ബാങ്കിൻ്റെ സുന്നത്തുകൾ പ്രത്യേകം എടുത്തു കൊടുക്കുന്നുണ്ട്. പിന്നീട് സഹോദരങ്ങളെ, ഇവിടെയുള്ള മറ്റൊരു സുന്നത്ത് ഷഹാദത്തൈന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതിന് ശേഷം റദീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ എന്ന കാര്യം കൂടി പറയുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. റദീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ, ഇത് നമ്മൾ പറയണം. ഇത് പണ്ഡിതന്മാർക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. എവിടെയാണ് ഇത് പറയേണ്ടത് എന്നുള്ളത്, പറയണമെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ചിലർ പറഞ്ഞു അത് അവസാനത്തെ ഷഹാദത്തിന് ശേഷമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ അവസാനം പറയുന്നുണ്ട്, അതിനുശേഷമാണ് നമ്മളിത് പറയേണ്ടത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അധിക പണ്ഡിതന്മാരും ഈ സമയത്താണ് നമ്മൾ ലാ ഇലാഹ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഈ രണ്ട് ഷഹാദത്തുകൾ കഴിഞ്ഞ് ഹയ്യ അലസ് സ്വലാ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ റളീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ, ഈ കാര്യം നമ്മൾ പറയുക എന്നുള്ളതാണ്. ഇത് ബാങ്കിൻ്റെ ഇടയിൽ തന്നെ വന്നു. അതിനുശേഷം സഹോദരങ്ങളെ, ബാങ്കിന് ശേഷം എന്ത് ചെയ്യണം? ബാങ്കിന് ശേഷം നമ്മൾ അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അവിടെ നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്, സ്വലാത്ത് പറയുക എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ. നമ്മൾ നേരത്തെ കേട്ടിരിക്കുന്നു, ബാങ്ക് വിളിക്കുന്നവൻ ബാങ്ക് വിളിച്ചാൽ നിങ്ങൾ അതേപോലെ പറയുക. സുമ്മ സല്ലു അലയ്യ, പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി സലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഫഇന്നഹു മൻ സല്ല അലയ്യ സലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മേൽ 10 സലാത്ത് ചൊല്ലുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഏറ്റവും ഉന്നതമായ റബ്ബിൻ്റെ ആ ഉന്നതമായ മഹനീയമായ സ്ഥാനത്ത് വെച്ച് അവിടുത്തെ പേര് പരാമർശിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുവാൻ അള്ളാഹുവിനോടുള്ള ദുആയാണ് നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയെങ്കിൽ നമ്മുടെ പേരും അവിടെ പരാമർശിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് ഈ സലാത്ത് കൊണ്ടുള്ള കാര്യം. സുമ്മ സലൂലി അൽ വസീല, പിന്നീട് നിങ്ങൾ എനിക്ക് വസീലത്തിന് വേണ്ടി ചോദിക്കണം. ഫൈനഹ മൻസിലത്തുൻ ഫിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് വസീലത്ത് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഹദീസിൽ തന്നെ. അത് സ്വർഗത്തിലുള്ള ഒരു സ്ഥാനമാണ്. ലാ തംബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ് വഅർജു അൻ അകൂന അനഹു. അത് അല്ലാഹുവിൻ്റെ ഈ ഭൂമിയിലുള്ള മുഴുവൻ അടിമകളിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന സ്ഥാനമാണ്. എനിക്കത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അത് കിട്ടുന്നത്. ഫമൻ സഅലലി അൽ വസീല, അതുകൊണ്ട് ആരെങ്കിലും എനിക്ക് വേണ്ടി ആ വസീലത്തിനെ ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നമ്മളാണ് അങ്ങോട്ട് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഹല്ലത്ത് ലഹു അശ്ശഫാഅ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഫാഅത്ത് കൊടുക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് കിട്ടുന്ന കൂട്ടത്തിൽ അവൻ ഉൾപ്പെടും. ഷഫാഅത്ത് അള്ളാഹിന്റെ റസൂലിനോട് ചോദിക്കാനല്ല പറഞ്ഞത്, മറിച്ച് അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വസീലത്തിനെ ചോദിക്കണം. ഉന്നതമായ സ്ഥാനം റബ്ബേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഷഫാഅത്ത് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിന്റെ വിഷയം നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ സ്വലാത്ത് ചൊല്ലണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. സ്വലാത്തിന്റെ ഏറ്റവും അഫ്ളലായ രൂപം ഇബ്രാഹിമി സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇതാണ് ഇബ്രാഹിമി സ്വലാത്ത്. ഇത് വ്യത്യസ്ത രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. ഇന്നക ഹമീദും മജീദ് ഇടയിൽ വന്നിട്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. ഇത് ഏതും ഇബ്രാഹിമി സ്വലാത്ത് എന്ന് പറയപ്പെടും. അത് ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അത് അഫ്ളലാണ്. ഇനി അത് തന്നെ നിർബന്ധമില്ല. ഒരാൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാലും സ്വലാത്തായി. അതിനുശേഷം അയാൾക്ക് ഇനി ബാക്കിയുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും മതി. പക്ഷെ അഫ്ളലായിട്ടുള്ളത് ഈ പൂർണ്ണമായ സ്വലാത്തും ബറക്കത്തും ഒക്കെ ചോദിച്ചുകൊണ്ടുള്ള സ്വലാത്ത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം അത് ബാങ്കുമായി ബന്ധപ്പെട്ട സുന്നത്താണ്, അത് മനസ്സിലാക്കുക. പിന്നീട് സഹോദരങ്ങളെ, ഈ സ്വലാത്തിന് ശേഷം പഠിപ്പിക്കപ്പെട്ട ഒരു ദുആയുണ്ട്. ആ ദുആ നമ്മൾ ചൊല്ലുക.
ഹദീസിൽ കാണാം, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഹീന യസ്മഉൻ നിദാ, ആരെങ്കിലുമൊക്കെ അന്നിദാ എന്ന് പറഞ്ഞാൽ വിളിയാളം, ബാങ്ക്, ആരെങ്കിലും ബാങ്ക് കേട്ടാൽ എന്നിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫദീലത വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു, ഇത്രയും ഒരാൾ പ്രാർത്ഥിച്ചാൽ ഹല്ലത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ഷഫാഅത്ത് അവന് കിട്ടുന്നതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മൾ പറയുന്നത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, ഈ പരിപൂർണമായ ക്ഷണത്തിൻ്റെ റബ്ബേ. ഇപ്പോൾ ബാങ്കിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, നിസ്കാരത്തിലേക്കുള്ള വിളിയുണ്ട്, ഹയ്യാല സ്വലാ എന്ന് പറയുന്ന ദഅവത്ത് അതിലുണ്ട്. ആ ദഅവത്താണ് ഇവിടെ പറയുന്നത്, ബാങ്ക് നിസ്കാരത്തിലേക്കുള്ള ക്ഷണം. ഈ പരിപൂർണമായ ക്ഷണത്തിൻ്റെ റബ്ബെ, അതായത് ഈ നിസ്കാരത്തിൻ്റെ റബ്ബെ, വസ്സലാത്തിൽ ഖായിമ, അതുപോലെ ഇനി വരാൻ പോകുന്ന നിസ്കാരവും, ആ നിസ്കാരത്തിൻ്റെ റബ്ബെ, റബ്ബ് സുബ്ഹാനഹു വ തആല പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, ആത്തി, നീ നൽകണം, മുഹമ്മദിന് നൽകണം സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വസീലത വൽ ഫദീല, വസീലത്തും ഫദീലത്തും നൽകണം. വസീലത്ത് നമ്മൾ പറഞ്ഞു, അള്ളാഹു തആല ഒരേ ഒരു അടിമക്ക് മാത്രം നൽകുന്ന ഒരു സ്ഥാനമാണ് വസീലത്ത്, ഉന്നതമായ സ്ഥാനത്തിനാണ് ഫദീലത്ത് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നീ നൽകണം. വബഅസ്ഹു, അദ്ദേഹത്തെ നീ നിയോഗിക്കണമേ, മഖാമൻ മഹ്മൂദൻ, നീ പറഞ്ഞിട്ടുള്ള, അല്ലദീ വഅദ്തഹു, നീ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്തുത്യർഹമായൊരു സ്ഥാനമുണ്ട്, മഖാമൻ മഹ്മൂദ്, അത് നീ നബിക്ക് നൽകണമേ എന്ന് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് ഷഫാഅത്ത് കിട്ടുന്നത്. പലരും ഷഫാഅത്തിന്റെ വിഷയത്തിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്ന, അങ്ങനെ ഷഫാഅത്ത് നമ്മൾ പോയി ചോദിക്കണം എന്നാണ്. നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ടൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ചോദിക്കണം എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന, റബ്ബിനോട് ചോദിക്കേണ്ട ദുആ റസൂലുള്ളാഹിനോട് ചോദിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിച്ചത് അള്ളാഹിനോട് പ്രാർത്ഥിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അപ്പോഴാണ് ഷഫാഅത്ത് നൽകും എന്ന് പറഞ്ഞത്. മറിച്ച് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയും കൂടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇത് അറിയുന്നവർ തന്നെയാണ്. മിക്കവാറും ആളുകൾ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. പുതിയ പുതിയ കുട്ടികൾക്കും മറ്റുമൊക്കെ പലരും ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നും അറിയില്ല. അവർക്ക് അതല്ലാത്ത ഒരുപാട് സിനിമാ പാട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം, അല്ലെ, സീരിയലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഈ വളരെ എളുപ്പമുള്ള ഈ ഒരു പ്രാർത്ഥന, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ നമുക്ക് നാളെ ലഭിക്കാൻ കാരണമാകുന്ന ഒരു 2 വരി മാത്രമുള്ള ഈ പ്രാർത്ഥന പലർക്കും പഠിക്കാൻ സാധിക്കുന്നില്ല. ഇനി പറയുന്നവർ തന്നെ പലരും അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കാറില്ല. അർത്ഥം ശ്രദ്ധിക്കണം. നമുക്ക് പ്രാർത്ഥനയുടെ ബുക്കുകളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ എടുത്തും വായിച്ചു നോക്കേണ്ട ബുക്കുകളാണ്. പ്രാർത്ഥനയുടെ സ്വഹീഹായ പ്രാർത്ഥനകളൊക്കെ ഉള്ള പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് ഈ പ്രാർത്ഥനയുടെ അർത്ഥങ്ങളൊക്കെ നമ്മൾ നോക്കണം സഹോദരങ്ങളെ, അത് ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് നമ്മുടെ പ്രാർത്ഥന, ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും മറ്റ് ചില ഹദീസുകളിൽ ബാങ്ക് കഴിഞ്ഞ ഉടനെ ഒരു പ്രാർത്ഥന നമുക്ക് വേറെ പ്രാർത്ഥിക്കാം. നമ്മുടേതായ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാം. ഹദീസുകളിൽ അതും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്, ആവശ്യം പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ബാങ്ക് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ സലാത്ത് പറയുന്നു, അതിനുശേഷം ഈ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥന പറയുന്നു. അതോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയും നമുക്ക് പ്രാർത്ഥിക്കാം. ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള പ്രാർത്ഥനയ്ക്ക് പുറമെയാണിത്. അതായത് ബാങ്ക് കഴിഞ്ഞ ഉടനെ തന്നെ ഉള്ളൊരു പ്രാർത്ഥന, അത് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. എന്താണോ പ്രാർത്ഥന ഉള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം. ഓർമ്മ വരുമ്പോഴൊക്കെ സഹോദരങ്ങളെ അത് ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പാലിക്കേണ്ട മറ്റൊരു സുന്നത്താണ്, ബാങ്ക് കേൾക്കുന്ന സമയത്ത് നമ്മളിൽ ഒരാൾ മസ്ജിദിലാണ് എങ്കിൽ നമ്മൾ ഒരിക്കലും തന്നെ പ്രത്യേകിച്ചൊരാവശ്യമില്ലാതെ മസ്ജിദിൽ നിന്നും പുറത്തേക്ക് പോകാൻ പാടില്ല എന്നാണ്. പ്രത്യേകിച്ച് ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മസ്ജിദിലേക്ക് തിരിച്ചു വരാനുള്ള ചില ആവശ്യങ്ങൾ ഉണ്ടാകും. ഒരാൾക്ക് വുളു ഉണ്ടാക്കാൻ വേണ്ടി ഈ മസ്ജിദിൻ്റെ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകാം, അത് അനുവദനീയമാണ്. വുളു ഇല്ലാത്തവനാണെങ്കിൽ പോക്ക് നിർബന്ധമാണ്, അല്ലെ, വുളു ഇല്ലാതെ നിസ്കരിക്കാൻ സാധിക്കൂല. ഇനി അതല്ല, വീട്ടിലേക്ക് ഒരാൾക്കൊരു ആവശ്യത്തിന് പോയിട്ട് അയാൾ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും തെറ്റില്ല. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരാൾ അങ്ങനെ ഉദ്ദേശിക്കാതെ ബാങ്ക് കൊടുക്കുന്നത് വരെ മസ്ജിദിൽ ഉണ്ടായിട്ട് പിന്നീട് അവൻ വീട്ടിലേക്ക് പോകുകയോ അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് പോകുകയോ അങ്ങനെ ആ ജമാഅത്തിൽ, ആ കേട്ട ബാങ്കിന്റെ ജമാഅത്തിൽ അവൻ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്താൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കലാണ് എന്ന് മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ അദ്ദേഹം മസ്ജിദിലിരിക്കുകയാണ്. ബാങ്ക് ഇങ്ങനെ കേട്ടു, ഒരു വ്യക്തി അവിടെ മസ്ജിദിലുണ്ട്. ബാങ്ക് കഴിഞ്ഞ ഉടനെ ഈ വ്യക്തി എന്ത് ചെയ്യുകയാണ്?
മസ്ജിദിൻ്റെ പുറത്തേക്ക് പോവുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ വ്യക്തി ഇങ്ങനെ നോക്കുന്നുണ്ട്, അയാൾ എവിടേക്കാണ് പോകുന്നത്. അയാൾ പുറത്തേക്ക് പോയപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മ ഹാദ ഫഖദ് അസ അബുൽ ഖാസിം. അബുൽ ഖാസിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനിയത്താണ്. അവിടത്തേക്ക് ഇതാ ഈ മനുഷ്യൻ ധിക്കരിച്ചിരിക്കുകയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ മസ്ജിദിൽ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ പുറത്തു പോകാൻ പാടില്ല. പണ്ഡിതന്മാർ വിശദീകരിച്ചത് അങ്ങനെയാണ്. നമുക്ക് വുളു എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പോകണം, അത് പോകാം. ഒരാൾ പോയിട്ട് ഉടനെ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിലും പോകാവുന്നതാണ്. ഇനി അതല്ല, മറ്റൊരു മസ്ജിദിൽ ജമാഅത്ത് ഒരാൾക്ക് ലഭിക്കും, അയാൾക്കൊരു യാത്ര പോകാനുണ്ടാവും, മറ്റൊരു മസ്ജിദിൽ അയാൾക്ക് ജമാഅത്ത് ലഭിക്കും ആ പോകുന്ന വഴിയിലേക്കാണെങ്കിൽ, അങ്ങനെയുള്ളൊരു വ്യക്തിക്കും അവിടെ നിന്ന് പോകാവുന്നതാണ്. ഈ മസ്ജിദിൽ നിന്നും ഒരാൾക്ക് അതിന് കോട്ടക്കലേക്ക് പോകണം അല്ലേ, അവിടെ നിന്ന് ഇപ്പോൾ ഒരു നിസ്കാരം കഴിഞ്ഞ 10 മിനിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്കൊരു വാഹനം കിട്ടാനുണ്ടാകും. അപ്പോൾ ഇവിടുന്ന് അതിന് നിസ്കാരം കഴിഞ്ഞ് പോയാൽ ചിലപ്പോൾ കിട്ടൂല. അപ്പോൾ അയാൾ ചിലപ്പോൾ ഇവിടുന്ന് ബാങ്ക് കൊടുത്തിട്ട് ഇവിടുന്ന് പുറപ്പെട്ട് അവിടെ ഒരു മസ്ജിദിൽ ജമാഅത്തിന് കൂടി അങ്ങനെയൊക്കെ പോകണമെങ്കിൽ അങ്ങനെയും പോകാം. പക്ഷേ ആ ജമാഅത്ത് തന്നെ ഒഴിവാക്കുന്ന രൂപത്തിലാണ് അയാൾ ഉള്ളത് എങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാരിത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി സഹോദരങ്ങളെ, ഇത് ബാങ്കുമായി ബന്ധപ്പെട്ട സുന്നത്ത് കഴിഞ്ഞു. പിന്നീട് ബാങ്ക് കൊടുത്തു, ഫജറിന് ബാങ്ക് കൊടുത്തു. പിന്നീട് നമുക്കുള്ള സുന്നത്ത് എന്ന് പറയുന്നത് അത് ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്താണ്. ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്തുകളാണ്, റവാത്തിബ് സുന്നത്ത്. അപ്പോൾ റവാത്തിബ് സുന്നത്ത് ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് വിശദീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പൊതുവായിട്ട് റവാത്തിബ് സുന്നത്തുകളെ കുറച്ച് പ്രത്യേകതകൾ അദ്ദേഹം ആദ്യം പറയുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഫജറിന്റെ സുന്നത്തിനെ കുറിച്ച് അദ്ദേഹം കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ റവാത്തിബ് എന്ന് പറഞ്ഞാൽ അസുന്നത്തു ദായിമ, പതിവാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്ന സുന്നത്തുകൾക്കാണ് അസുന്നത്തു റവാത്തിബ് എന്ന് പറയുന്നത്. അസുനനു റവാത്തിബ് എന്ന് പറയുന്നത് പതിവാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്ന നിസ്കാരങ്ങളാണ്. അതിൻ്റെ എണ്ണത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് 10 റക്അത്താണോ അതല്ല 12 റക്അത്താണോ എന്നുള്ളത്. അതിലൊരേ ഒരു വിഷയത്തിലാണ്, ളുഹറിന് മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് 2 റക്അത്താണോ അതല്ല 4 റക്അത്താണോ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം 2 കൂട്ടർക്കും അതിൻ്റെതായ ഹദീസുകളുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ ഹദീസിൽ, അത് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്, അവിടുന്ന് അദ്ദേഹം പറയുകയാണ്, ഹഫിൾതു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 റക്അത്ത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും 10 റക്അത്ത് അത് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? റക്അത്തൈനി ഖബ്ല ളുഹർ, ളുഹറിന് മുമ്പ് 2 റക്അത്ത്, റക്അത്തൈനി ബഅദഹ, ളുഹറിന് ശേഷം 2 റക്അത്ത്, റക്അത്തൈനി ബഅദൽ മഗ്രിബ് ഫി ബൈതിഹി, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, പക്ഷെ അത് വീട്ടിൽ നിന്നാണ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പോകുമായിരുന്നു എന്ന് മനസ്സിലാക്കാം. റക്അത്തൈനി ബഅദൽ ഇശാ ഫി ബൈതിഹി, അതുപോലെ വീട്ടിൽ നിന്ന് തന്നെ ഇശാക്ക് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തും നിസ്കരിക്കുമായിരുന്നു. റക്അത്തൈനി ഖബ്ല സ്വലാത്തി സുബ്ഹ്, സുബ്ഹിക്ക് മുമ്പും 2 റക്അത്ത് അവിടുന്ന് നിസ്കരിക്കുമായിരുന്നു. വക്കാന സാഅത്തൻ ലാ യുദ്ഖലു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹ, ഈ സമയത്ത് ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് പ്രവേശിക്കാറില്ല, അവിടുന്ന് അങ്ങനെ നിസ്കരിക്കുന്ന സമയമാണ് എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ 10 റക്അത്തിന്റെ കാര്യമേ ഉള്ളൂ, 10 റക്അത്തിന്റെ കാര്യമേ ഉള്ളൂ. അസറിന് മുമ്പോ ശേഷമോ റവാത്തിബ് സുന്നത്തില്ല, അസറിന് മുമ്പോ ശേഷമോ ഇല്ല. ബാക്കിയുള്ള റക്അത്തുകൾ കൂട്ടിയ 10 റക്അത്താണ്. എന്നാൽ സഹോദരങ്ങളെ, രണ്ടാമത്തെ അഭിപ്രായം 12 റക്അത്തുകൾ ഉണ്ട് എന്നാണ്. അതാണ് ഏറ്റവും തെളിവുകളോട് യോജിക്കുന്നതായി മനസ്സിലാകുന്നത്. വല്ലാഹു അഅലം. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നു, കാന ലാ യദഉ അർബഅൻ ഖബ്ല ളുഹർ, ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് അവിടുന്ന് ഒഴിവാക്കുമായിരുന്നില്ല എന്നുള്ളത്. അത് അതും പതിവാക്കി ചെയ്തിരുന്നു. അതുകൊണ്ട് അത് റവാത്തിബിലാണ് പെടുക എന്ന് പണ്ഡിതന്മാർ ആ ഹദീസിൽ നിന്ന് പറയുകയാണ്. മാത്രമല്ല, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ വളരെ കൃത്യമായിട്ട് തന്നെ എണ്ണം തന്നെ പറയുന്നുണ്ട്. അവർ പറയുകയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സല്ല സ്നതൈ അശറത റകഅതൻ ഫീ യൗമിൻ വലൈല, ആരെങ്കിലും ഒരു രാപ്പകലിൽ ഒരു ദിവസത്തിൽ 12 റക്അത്ത് നിസ്കരിച്ചാൽ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ പ്രതിഫലം പറയുന്നത്. ബുനിയ ലഹു ബിഹിന്ന ബൈത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവനൊരു ഭവനം അല്ലാഹു സുബ്ഹാനഹു വ തആല പണിഞ്ഞു കൊടുക്കും എന്ന് പറയുകയാണ്. ഇമാം തിർമിദിയുടെ റിവായത്തിൽ അത് പറയുന്നുണ്ട്, അർബഅൻ ഖബ്ല ളുഹർ, ളുഹറിന് മുമ്പ് 4 റക്അത്ത്, റക്അത്തൈനി ബഅദഹ, ളുഹറിന് ശേഷം 2 റക്അത്ത്, റക്അത്തൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, റക്അത്തൈനി ബഅദൽ ഇശാ, ഇശാക്ക് ശേഷം 2 റക്അത്ത്, റക്അത്തൈനി ഖബ്ല സലാത്തിൽ ഫജ്ർ, ഫജ്ർ നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത്. അങ്ങനെ 12 റക്അത്താണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് 12 റക്അത്തുകൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. അതുകൊണ്ട് ഈ 12 റക്അത്തുകൾ നമ്മളെപ്പോഴും നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം.
ഇത് റവാത്തിബാണ്. ഇനി റവാത്തിബ് അല്ലാതെ ളുഹറിന് ശേഷം 4 റക്കായത്ത് എന്ന് വന്നിട്ടുണ്ട്. അതിൽ 2 റവാത്തിബാണ്. അതിനുശേഷം നമുക്ക് 2 റക്കായത്തും കൂടി നിസ്കരിക്കാം. അത് റവാത്തിബ് അല്ലാതെ തന്നെ വന്നിട്ടുണ്ട്. പിന്നീട് അസറിന് മുമ്പ് ഇതുപോലെ 2 4 റക്കായത്ത് വന്നിട്ടുണ്ട്. അത് റവാത്തിബിൽ പെട്ടതല്ല. പക്ഷെ ചില പണ്ഡിതന്മാർ അതിൻ്റെ ഹദീസിൻ്റെ സനദിൽ ദുർബലതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലറില്ല, അത് സഹീഹാണ്, അമൽ ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞത് കാണാം. അല്ലാഹു ആലം. പക്ഷെ എന്ത് തന്നെയായാലും അത് റവാത്തിബ് സുന്നത്തിൽ പെടുന്നതല്ല. റവാത്തിബ് സുന്നത്തിൽ പെടുന്നതല്ല. അതുപോലെ തന്നെ ഏതൊരു ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ നമുക്ക് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. ഇപ്പം മഗ്രിബ് ബാങ്ക് കൊടുത്താൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. ഇശാ ബാങ്ക് കൊടുത്താൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. ഇതൊന്നും റവാത്തിബ് സുന്നത്തുകളല്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യുകയില്ല. റവാത്തിബ് എന്ന് പറഞ്ഞാൽ പതിവാക്കി ചെയ്തിരുന്നു എന്നാണ്. ഈ പറയുന്ന 12 റക്അത്തുകൾ അവിടുന്ന് പതിവാക്കി ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. റവാത്തിബുകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഇതിന്റെ റക്അത്തുകൾ നമ്മൾ മനസ്സിലാക്കി. അത് 12 റക്അത്താണ്. ഇനി റവാത്തിബ് എവിടെ നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളൽ? അത് വീട്ടിൽ നിന്നാണ് എന്ന് കാണാൻ സാധിക്കും. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫസല്ലു അയ്യുഹന്നാസ് ഫി ബുയൂത്തിക്കും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും നിസ്കരിക്കുക. ഫഇന്ന അഫ്ളല സലാത്തിൽ മർഇ ഫി ബൈതിഹി ഇല്ല സലാത്തുൽ മക്തൂബ. കാരണം ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ ഏറ്റവും അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോഴാണ്. ഇല്ല സലാത്തുൽ മക്തൂബ, നിർബന്ധ നിസ്കാരം ഒഴികെ. അത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം മസ്ജിദ് വന്ന് നിസ്കരിക്കണം. അത് ബാങ്ക് കേൾക്കുന്ന പരിധിയിലാണെങ്കിലും ശരി, അല്ലാത്ത പരിധിയിലാണെങ്കിലും ശരി, മസ്ജിദിൽ വെച്ചാണ് അഫ്ളൽ. മനസ്സിലായില്ലേ? ബാങ്ക് കേൾക്കാത്തവനാണെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടിട്ട് മസ്ജിദിൽ വന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് അഫ്ളൽ, വീട്ടിലല്ല. എന്നാൽ സുന്നത്ത് നിസ്കാരം അത് വീട്ടിലാണ് അഫ്ളൽ. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് തന്നെ സുന്നത്ത് നിസ്കരിച്ച് പോരാൻ നോക്കണം. ഇപ്പോൾ ഫജറിന് എന്ത് ചെയ്യുക? നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് തന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ളുഹറിനും അങ്ങനെ തന്നെ. പക്ഷേ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, അങ്ങാടിയിലും മറ്റുമൊക്കെ ജോലി ചെയ്യുന്നവരും യാത്രയിലുള്ളവരും അല്ലെങ്കിൽ അങ്ങനെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓരോ റവാത്തിബിനും വീട്ടിലേക്ക് പോകുക എന്നുള്ളത് പ്രയാസമായിരിക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കുകയല്ല വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? മസ്ജിദിൽ വെച്ച് തന്നെ നിസ്കരിക്കണം. മസ്ജിദിൽ വെച്ച് തന്നെ നിസ്കരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പരമാവധി വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ പ്രതിഫലാർഹമായിട്ടുള്ളത്. മറ്റൊരു റിവായത്തിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇജ്അലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്അലു മിൻ സലാത്തിക്കും ഫി ബുയൂത്തിക്കും വലാ തത്തഖിദൂഹാ ഖുബൂറ. നിങ്ങൾ നിങ്ങളുടെ നിസ്കാരത്തിൽ ചിലത് എന്ത് ചെയ്യണം? വീട്ടിൽ വെച്ച് നിർവഹിക്കണം. വീട്ടിനെ നിങ്ങൾ ഖബറുകൾ പോലെ ആക്കാൻ പാടില്ല. കാരണം ഖബറിൽ പോയി നമ്മൾ നിസ്കാരം ഇല്ല. ഖബറുള്ളടുത്ത് നിസ്കാരം ഇല്ല, അല്ലേ? സുജൂദ് റുക്കൂ ഉള്ള നിസ്കാരം ഖബറിന്റെ അടുക്കലില്ല. ഖബറിന്റെ അടുക്കൽ ആകെ ഉള്ളത് മയ്യത്ത് നിസ്കാരമുണ്ട്. മയ്യത്ത് മരിച്ചു പോയിക്കുന്ന ഒരു മാസത്തിനിടയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം? അവിടെ നിന്ന് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് ഖബറിന്റെ അടുത്ത് നിസ്കരിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണത് അനുവദിക്കപ്പെട്ടത്? അതിൽ റുക്കുവോ സുജൂദോ ഇല്ല. എന്നാൽ റുക്കുവും സുജൂദുള്ള നിസ്കാരം ഖബറിന്റെ അടുക്കൽ നിരുപാധികം പാടില്ല. റുക്കുവും സുജൂദുള്ള നിസ്കാരം ഖബറിന്റെ അടുക്കൽ നിരുപാധികം പാടില്ല. അത് അതുപോലെ നിങ്ങൾ ആക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യണം? നിസ്കരിക്കൊക്കെ വേണം. അല്ലാതെ ഖബർ പോലെ റുക്കുവും സുജൂദൊന്നും ഇല്ലാത്ത, നിസ്കാരം ഇല്ലാത്തൊരു സ്ഥലമാക്കി മാറ്റരുത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് ചെയ്യുക. വേറെയും ഒരുപാട് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. ഇനി ഈ സുന്നത്ത് നിസ്കാരങ്ങളിൽ തന്നെ, റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളിൽ തന്നെ ഏറ്റവും ആഖിദായ, അതായത് ഏറ്റവും കൂടുതൽ സുന്നത്തിൽ തന്നെ വളരെയധികം സുന്നത്തായിട്ടുള്ള, സുന്നത്തിന്റെ കൂട്ടത്തിൽ തന്നെ 2 രൂപത്തിലുണ്ട്. അസുന്നത്തുൽ മുഅക്കദ എന്ന് പറയും. സുന്നത്ത് തന്നെയാണ്, പക്ഷെ അതിൽ തന്നെ വളരെയധികം പ്രതിഫലാർഹമായ സുന്നത്ത്, അത് ഈ 12 റക്അത്തിൽ ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്താണ്. എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ഫജ്റിന് മുമ്പോൾ നിങ്ങൾ നിസ്കരിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് ഈ ദുനിയാവ് മുഴുവൻ ലഭിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് പുണ്യമുള്ളതാണ്. ദുനിയാവ് മുഴുവൻ ലഭിക്കുമ്പോൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, നിന്റെ ഇപ്പോൾ ഉള്ള ഈ ദുനിയാവ് മാത്രം നീ ചിന്തിക്കരുത്. ദുനിയാവ് ഉണ്ടായത് മുതൽ, അതാണ് ദുനിയാവ് എന്ന് പറയുന്നത്, ദുനിയാവ് ഉണ്ടായത് മുതൽ ഇനി അവസാനം വരെ എന്തെല്ലാം സുഖലോലുപതകൾ ഇവിടെ വരും, എന്തെല്ലാം കാര്യങ്ങൾ വരും. നമ്മൾ ചിന്തിക്കുമ്പോൾ ചില രാജ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ ഒരുപാടുണ്ട്. ലോകം മുഴുവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഴുവൻ നിനക്ക് ലഭിക്കുന്നതിനേക്കാളും നല്ലതാണ് ഫജ്റിന് മുമ്പുള്ള നീ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൈ കിട്ടിയാലും മരിച്ചാൽ ഇതൊക്കെ നമ്മൾ വിട്ടിട്ട് പോകണം. ഒരാളിത് മുഴുവൻ കൊണ്ടുപോകില്ല, അല്ലേ? ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനും ഒന്നുമില്ലാതാണ് കൊണ്ടുപോവുക, ഒന്നുമില്ലാതാണ് മരിച്ചതിനെ പോവുക. എന്നാൽ ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അത് ബാക്കിയാണ്. ഖലാസോടുകൂടി നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കലെത്തുമ്പോൾ ഇതേ ബാക്കി ഉണ്ടാവുള്ളൂ. ദുനിയാവിൽ സമ്പത്തുള്ളവൻ ആ സമ്പത്തുമായിട്ടല്ല മഹ്ശറിൽ വന്ന് നിൽക്കുക.
മറിച്ച് ആ സമ്പത്തിനെ പരീക്ഷണമായിട്ട് അതിൽ വീഴ്ചകളായിരിക്കും, അവനോട് കണക്കുകളായിരിക്കും ബോധിപ്പിക്കേണ്ടി വരിക. അതല്ലാതെ അത് അവൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാവുകയില്ല, അവൻ്റെ ബാലൻസ് ഒന്നും അവിടെ ഇല്ല. ഇതെന്ത് കൃത്യമായി ചെയ്തു, അതിനെ കുറിച്ചിട്ടൊക്കെ നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടൊക്കെ വിചാരണ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വീട് നൽകുന്നതാണ്, സ്വർഗത്തിൽ വീട് നൽകുന്നതാണ്. സ്വർഗത്തിലൊരു വീട് എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിനേക്കാളൊക്കെ എത്ര വലിയ ഖൈറുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരത്തെക്കുറിച്ച് ആ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. മറ്റു ചില റിവായത്തിൽ ലഹുമാ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയ ജമീഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ആ 2 റക്അത്ത് ദുനിയാവ് എനിക്ക് മുഴുവൻ കിട്ടുന്നതിനേക്കാളും എനിക്ക് പ്രിയങ്കരമായിട്ടുള്ളതാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 2 റക്അത്തുകളെ എങ്ങനെ കണ്ടിരുന്നു എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലം യകുൻ അലാ ഷൈഇൻ മിനൻ നവാഫിലി അശദ്ദ മുആഹദതൻ മിൻഹു അലാ റക്അതൈൻ ഖബ്ല സുബ്ഹ്. സുബ്ഹിക്കുമ്പോഴുള്ള 2 റക്അത്ത് അതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അശദ്ദ മുആഹദതൻ മിൻ പതിവാക്കുന്നത് ഒരു തരത്തിലും അവിടുന്ന് ഒഴിവാക്കുമായിരുന്നില്ല. അങ്ങനെ പുലർത്തിപ്പോന്ന ഒരു 2 റക്അത്ത് എനിക്കറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് യാത്രയിലും വരെ ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിരുന്നു. ബുഖാരിയിൽ മുസ്ലിമിലൊക്കെ കാണാൻ സാധിക്കും, ലം യകുൻ യദഉ സുന്നത്തൽ ഫജ്ർ വലൽ വിത്ർ വലാ ഹദ്റൻ വലാ സഫർ. 2 റക്അത്ത് ഫജ്റിന് മുമ്പുള്ള സുന്നത്തും വിത്ർ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലാകട്ടെ നാട്ടിലാകട്ടെ അത് ഒഴിവാക്കുമായിരുന്നില്ല എന്ന് പറയാണ്. അപ്പം അതൊക്കെ അതിൻ്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന കാര്യമാണ്. ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തല്ലാതെ വിത്റിൽ റവാത്തിബിൽ ഈ 2 റക്അത്ത് സുന്നത്തല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള റവാത്തിബുകൾ നിസ്കരിച്ചിരുന്നില്ല എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഫജ്റിന് മുമ്പുള്ള ഈ 2 റക്അത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ കേട്ടതുപോലെ തന്നെ അത് യാത്രയിൽ ഉൾപ്പെടെ നമ്മൾ നിസ്കരിക്കേണ്ടതാണ്. രണ്ടാമത്തെ അതിൻ്റെ പ്രതിഫലം നമ്മൾ കേട്ടു, അത് ഖൈറും മിനദ് ദുനിയ വമാ ഫീഹ, ദുനിയാവും അതിലുള്ള മുഴുവൻ കാര്യങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ളതാണ്. മൂന്നാമതൊരു പ്രത്യേകതയുണ്ട്. ഇതിന് ഇത്ര വലിയ ശ്രേഷ്ഠത ഉണ്ടാകുമ്പോൾ നമ്മൾ യുക്തി കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് നല്ല വലിയൊരു സൂറത്തൊക്കെ ഓതി നിസ്കരിക്കണം, കുറച്ചധികമൊക്കെ നിസ്കരിച്ച് ഒരു 10 മിനിറ്റെങ്കിലൊക്കെ നിസ്കരിക്കണം, ദുനിയാവ് മുഴുവൻ കിട്ടല്ലേ. അപ്പോൾ നമ്മൾ യുക്തിക്ക് തരികയാണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെയധികം ചുരുക്കിയിട്ടാണ് നിസ്കരിച്ചിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ സുന്നത്തിൽപ്പെട്ട ആ 2 റക്അത്ത് സുന്നത്തിൻ്റെ ഒരു സുന്നത്താണ് എന്ത്, അത് ഷോർട്ടാക്കി ചുരുക്കി നിസ്കരിക്കുക എന്നുള്ളത്. എത്രത്തോളം ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി റക്അത്തൈൽ ഫജ്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിന്റെ 2 റക്അത്ത് ഉദ്ദേശിക്കുന്ന റവാത്തിബാണ്, സംശയമില്ല, അത് നിസ്കരിച്ചിരുന്നു. ഫയുഖഫിഫു ഹത്താ ഇന്നി അഖൂൽ ഹൽ ഖറഅ ഫീഹിമാ ബി ഉമ്മിൽ ഖുർആൻ അം ലാ. അവിടുന്ന് എത്രത്തോളം ചുരുക്കിയെന്ന് വെച്ചാൽ ഞാൻ പറയുമായിരുന്നു അവിടുന്ന് ഫാത്തിഹ ഓതിയോ എന്ന് പറയുമായിരുന്നു എന്നാണ്. അതായത് സാധാരണഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരങ്ങളൊക്കെ അല്പം ദൈർഘ്യമുള്ള നിസ്കാരമാണ് അവിടുന്ന് നിസ്കരിച്ചു പോന്നിരുന്നത്. നമുക്കറിയാം അവിടുന്ന് എങ്ങനെയാണ് രാത്രിയൊക്കെ നിസ്കരിക്കാറുള്ളത് എന്നുള്ളത്. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ ഫാത്തിഹ തന്നെ പൂർത്തിയാക്കിയോ എനിക്ക് സംശയം പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് അത്ര ഷോർട്ടാക്കിയാണ് നിസ്കരിക്കേണ്ടത്. അവിടെ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതങ്ങനെ ചുരുക്കി നിസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താകാൻ പാടില്ല, അതിൻ്റെ വാജിബും റുക്കിനൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടല്ല, ഫാത്തിഹ പൂർത്തിയാക്കാതെ അല്ല. ഫാത്തിഹ ഓതി നേരെ കുല്യാൽ കാഫിറുൻ പൂർത്തിയാക്കി ഓതി പിന്നീട് 2ാമത്തെ റക്അത്തിൽ എന്ത് ചെയ്യുക, ഫാത്തിഹയ്ക്ക് ശേഷം കുല്ലു അല്ലാഹു അഹദ് ഓതി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഷോർട്ടാക്കിയിട്ട് വലിയ സൂറത്തൊന്നും ഓതേണ്ടതില്ല. അതുപോലെ റുക്കൂലും സുജൂദിലും ദീർഘനേരം നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, തസ്ബീഹുകളും സുജൂദിൽ ദുആകളൊന്നും വർദ്ധിപ്പിക്കേണ്ടതില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചുരുക്കിയിട്ടാണ് ഫജ്റിന് മുമ്പുള്ള ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ രൂപത്തിൽ നിസ്കരിക്കുക. പറഞ്ഞു അതിൽ മറ്റൊരു സുന്നത്താണ്, അതിൻ്റെ അകത്ത് സുന്നത്താക്കപ്പെട്ട ഈ സൂറത്തുകൾ പാരായണം ചെയ്യുക. കുല്യായുൽ കാഫിറൂൻ, കുൽ ഹുവല്ലാഹു അഹദ് 1ാമത്തെ 2ാമത്തെ റക്അത്തിൽ. അതുപോലെ തന്നെ മറ്റൊരു ആയത്തും ഇതിൽ സുന്നത്തായിട്ട് വന്നിട്ടുണ്ട്. പലരും അത് അറിയാത്ത ആളുകൾ ഉണ്ടാകും. സൂറത്തുൽ ബഖറയിലുള്ള 136ാമത്തെ ആയത്ത്, ഖൂലു ആമന്ന ബില്ലാ വമാ ഉൻസില ഇലൈന വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത്ത് വമാ ഊതിയ മൂസ വ ഈസ വമാ ഊതിയ മിൻ നബിയ്യൂന മിൻ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വ നഹ്നു ലഹു മുസ്ലിമൂൻ എന്ന് പറയുന്ന സൂറത്തുൽ ബഖറയിലുള്ള 136ാമത്തെ ആയത്ത്. ഇത് 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതിയിരുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ 2ാമത്തെ റക്അത്തിൽ ആലു ഇമ്രാനിൽ 64ാമത്തെ ആയത്ത്, ഖുൽ യാ അഹ്ലൽ കിതാബ് തആലു ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈഅ വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ് ഫഇൻ തവല്ലൂ ഫഖൂലു അശ്ഹദു ബിഅന്നാ മുസ്ലിമൂൻ. ഈ പറയുന്ന ആയത്തും നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ്. മാറി മാറി പാരായണം ചെയ്യാം. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തതായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ,
ഈ സുന്നത്ത് നിസ്കാരത്തിൽ ഇങ്ങനൊരു സുന്നത്തായ ഈ പാരായണം കൂടി ശ്രദ്ധിക്കുക. ഇത് റവാത്തിബ് സുന്നത്തുമായി, ഫജറിന്റെ റവാത്തിബ് സുന്നത്തുമായി പ്രത്യേകമായി വന്നിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചെരിഞ്ഞ് വലതുഭാഗം ചെരിഞ്ഞ് കിടക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. വീട്ടിൽ നിന്നാണ് അവിടെ നിസ്കരിക്കുന്നത്. അതിനുശേഷം അങ്ങനെ കിടക്കുമായിരുന്നു. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ല റകഅത്തൽ ഫജ്ർ ഇൽതജഅ അലാ ശഖ്ഹിൽ അയ്മൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിന് മുമ്പുള്ള ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ എന്ത് ചെയ്യും? വലതുഭാഗം തിരിഞ്ഞ് അങ്ങനെ കിടക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്ന മറ്റു റിവായത്തിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ല റകഅത്തൽ ഫജ്ർ ഫഇൻ കുൻതു മുസ്തൈഖിളതൻ ഹദ്ദസനി വഇല്ല ഇൽതജഅ. ഞാൻ ഉണർന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്നോട് സംസാരിക്കും, ഇല്ലെങ്കിൽ അവിടുന്ന് ഇതേപോലെ കിടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കിടക്കൽ നിരുപാധികം സുന്നത്താണോ, അതല്ല രാത്രി ദീർഘമായി നിസ്കരിച്ച ആളുകൾക്കൊരു റാഹത്ത് എന്നുള്ള നിലക്കാണോ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് പറയുന്നത് രാത്രി ദീർഘമായി നിസ്കരിച്ചപ്പോൾ 1-2 മണിക്കൂറൊക്കെ നിസ്കരിച്ച ആളാണ്, ക്ഷീണം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? ഫജ്ർ വരെ ഉറങ്ങാതിരിക്കുകയാണ്. എന്ത് ചെയ്യാണ്? അപ്പം ഒരാൾക്ക് വേണമെങ്കിൽ ഈ സുന്നത്ത് നിസ്കരിച്ചിട്ട് ചെറുങ്ങനെ ഒരു കുറഞ്ഞൊരു സമയത്തേക്ക് ഒന്ന് കിടക്കാം എന്നാണ് പറയുന്നത്. വേറെ ചിലർ പറഞ്ഞു അല്ല, നിരുപാധികമായി അങ്ങനെ കിടക്കലാണ് അഫ്ളൽ. ഈ 2 അഭിപ്രായങ്ങൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഇത്രയും റവാത്തിബ് സുന്നത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഫജറിൻ്റെ റവാത്തിബ് സുന്നത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനുശേഷം പിന്നീട് നമുക്കുള്ളത് നിർബന്ധമായ സുബഹി നിസ്കാരമാണ്. നമ്മളത് ഇവിടെ പ്രത്യേകം പറയുന്നില്ല, കാരണം നമ്മൾ സുന്നത്തായ കാര്യങ്ങളെ പറയുന്നുള്ളൂ. പക്ഷേ ആ ഫജർ നിസ്കാരം അത് നമുക്ക് അതിൻ്റെ സമയം എത്ര വരെ ഉണ്ട്? സൂര്യോദയം വരെ ഉണ്ട് അല്ലെ? നമ്മൾ സൂര്യോദയം വരെ ഫജറിന്റെ സമയം തന്നെയാണ്. പക്ഷേ ആ ഫജറിന്റെ നിസ്കാരം അത് ഇരുട്ടുള്ളപ്പോൾ തന്നെ നിസ്കരിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. സൂര്യോദയത്തിന് തൊട്ടുമുമ്പുള്ള സമയം കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ടാവും അല്ലേ? നമ്മളിപ്പോൾ സൂര്യോദയം എത്രയാണ്? 6:45 അല്ലെ? 6:45. ഒരു 6:20 തന്നെ ചെറിയൊരു വെളിച്ചം ഉണ്ടാവും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും വെളിച്ചം ഉണ്ടാവും. അങ്ങനെ വെളിച്ചം വരാതെ ആ ഇരുട്ടിൽ തന്നെ ഫജർ നിസ്കാരം നിർവഹിക്കുക. പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നിർവഹിക്കുന്നത് പോലെ അത് നിർവഹിക്കുക എന്നുള്ളതാണ് സുന്നത്തായിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഹനഫി മദ്ഹബിൽ നമുക്ക് കാണാൻ പറ്റും, ഹനഫിയാക്കൾ അവരിതിനെതിരാണ്. അവർ ചില ഹദീസുകളെ തെറ്റായി മനസ്സിലാക്കിയതിൻ്റെ കാരണത്താൽ അവരെന്ത് ചെയ്യും? ഫജർ വൈകിപ്പിച്ച് ആ വെളിച്ചം വന്നിട്ട് നിസ്കരിക്കുള്ളൂ, ഇരുട്ടിൽ നിസ്കരിക്കൂല. നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ സുന്നത്തായിട്ടുള്ളത് സഹോദരങ്ങളെ അത് ഇരുട്ടിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളതാണ്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന, ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അവർ പറയുകയാണ്, ലഖദ് കാന നിസാഉം മിനൽ മുഅ്മിനാത്ത് യശ്ഹദുനൽ ഫജ്ർ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്ത്രീകൾ ഫജറിന് പങ്കെടുത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഹദീസിൽ മനസ്സിലാക്കാം. സ്ത്രീകൾ മസ്ജിദിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളത് ഇതിൽ കാണാൻ പറ്റും. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഇത് ബുഖാരി മുസ്ലിം തന്നെയുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഫജറിന് സ്ത്രീകൾ പങ്കെടുത്തിരുന്നു, ഫജറിനും പങ്കെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അവർ വന്നിരുന്നത് എങ്ങനെയാണ്? മുതലഫിആത്തിൻ ബിമുറൂത്തിഹിന്ന, അവർ ശരീരമാസകലം പൊതിനിട്ടാണ്. മുതലഫിആത്തും ബിമുറൂത്തിഹിന്ന, മുറൂത്ത് എന്ന് പറയുന്നത് ഒരു പരുത്തിയുള്ള തുണിയാണ്. അതുകൊണ്ട് ശരീരവും മുഖവും ഒക്കെ അവർ മറച്ചിരുന്നു. സുമ്മ യൻഖലിബ്ന ഇലാ ബുയൂത്തിഹിന്ന, പിന്നീട് അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. വമാ യുഅറഫ്ന മിൻ തഗ്ലീസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഗ്ലീസിൽ തന്നെ അഥവാ ഇരുട്ടിൽ തന്നെ നിസ്കരിച്ചതിനാൽ അവർ സലാം വീട്ടി തിരിച്ചു പോകുന്ന സമയത്തും അവരെ ആരെയും മനസ്സിലാവുകയില്ല. മനസ്സിലാവാത്തതിന് 2 കാരണമാണ്. ഒന്ന്, അവർ പൂർണ്ണമായ ഹിജാബിലാണ്. 2ാമത് ഇരുട്ടുമാണ്. അപ്പം ഇങ്ങനെയാണ് അവർ മടങ്ങിപ്പോയിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അഥവാ വെളിച്ചായിരുന്നെങ്കിൽ അത് ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ മനസ്സിലാകുന്ന രൂപമേ ഇല്ല എന്ന് ഹദീസിൽ കാണാം. അതുപോലെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, കാന യുസല്ലി സുബ്ഹ ബി ഗലസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗലസിലാണ്, ഇരുട്ടിൽ തന്നെയാണ് സുബഹി നിസ്കരിച്ചിരുന്നത്, വെളിച്ചമാകാൻ കാത്തിരുന്നിട്ടില്ല. കാരണം വേറെ ചില റിവായത്തിൽ ഹദീസു റാഫി ബിൻ ഖദീജ്, അദ്ദേഹത്തിന്റെ റിവായത്തിൽ അസ്ഫിറു ബിൽ ഫജ്ർ ഫഇന്നഹു അഅലമു ലിൽ അജ്ർ എന്ന് പറഞ്ഞൊരു ഹദീസുണ്ട്, ഇമാം അഹ്മദൊക്കെ ഉദ്ധരിക്കുന്ന. അസ്ഫിറു ബിൽ ഫജ്ർ, നിങ്ങൾ ഫജ്ർ കുറച്ച് വെളിച്ചാകുന്നത് വരെ നീട്ടുക, ഫഇന്നഹു അഅലമു ലിൽ അജ്ർ, അതാണ് കൂടുതൽ പ്രതിഫലം കിട്ടുക. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഹനഫി മദ്ഹബിലൊക്കെ ആളുകൾ വൈകിപ്പിക്കുന്നത്. പക്ഷെ ഇതിന് പണ്ഡിതന്മാർ പല വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞത് ഇത്താലത്തുൽ ഖിറാഅത്താണ്, കുറച്ച് നന്നായിട്ട് ഓതണം. അപ്പോൾ എത്രത്തോളം നമ്മൾ ഓതി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചം വരും, അതാണ് ഉദ്ദേശിക്കുന്നത്. തുടക്കത്തിൻ്റെ സമയമല്ല. ഫജ്റും കൊണ്ട് ഒരു വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് ദൈർഘ്യത്തോടുകൂടി ഓതണമെന്നാണ്. വേറെ ചിലർ പറഞ്ഞു ഈ ഹദീസ് മൻസൂഖാണ്. ഇത് ഈ പറഞ്ഞ ഹദീസിൽ ബുഖാരിയിൽ മുസ്ലിമിൽ വന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് ദുർബലപ്പെട്ടിരിക്കുന്നു. ഇതാണ് പിന്നീട് വന്നത്, പിന്നീട് ഇരുട്ടിലേക്ക് നിസ്കരിക്കുക എന്നുള്ളതാണ് അഫ്ളൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്.
വേറെ ചിലർ പറഞ്ഞു അവിടെ അസ്ഫിറു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അസ്ഫിറു ബിൽ ഫജ്ർ എന്ന് പറയുന്നത് അത് തുലൂഉൽ ഫജ്റാണ്. അഥവാ സൂര്യൻ ഫജ്റിന്റെ സമയം ഉണ്ടല്ലോ, നമ്മൾ ബാങ്ക് കൊടുക്കുന്ന സമയം, അത് വ്യക്തമാകണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇരുട്ടിൽ തന്നെ, ആദ്യത്തെ ഇരുട്ടിൽ തന്നെ, ഫജ്റിന്റെ സമയത്തിന് മുമ്പ് നിസ്കരിച്ചേക്കരുത്, ഫജ്റിന്റെ സമയമായിട്ടേ നിസ്കരിക്കാവൂ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പണ്ഡിതന്മാർ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബുഖാരിയിൽ മുസ്ലിമിലൊക്കെ വന്ന ഹദീസുകൾ പ്രകാരം ഫജ്ർ നമ്മളിപ്പോൾ നിസ്കരിക്കുന്നത് പോലെ ആദ്യത്തെ ഇരുട്ടിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളതാണ് സുന്നത്തായിട്ടുള്ളത്. അത് മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, നമ്മൾ വീട്ടിൽ നിന്നും മസ്ജിദിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള സുന്നത്താണ് നമ്മൾ സാധിക്കുമെങ്കിൽ നടന്നു കൊണ്ടുപോയി മസ്ജിദിലേക്ക് പങ്കെടുക്കുക എന്നുള്ളത്. നടന്നു പോകുക എന്നുള്ളതിൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ നേരത്തെ തന്നെ മസ്ജിദിലേക്ക് എത്തുകയാണ് എങ്കിൽ അത് വലിയ ഫദ്ലുള്ള കാര്യമാണ്. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ലൗ യഅലമൂന മാ ഫി തഹ്ജീരി ലസ്തബഖു ഇലൈഹി, ജനങ്ങൾക്ക് തഹ്ജീറിനെ കുറിച്ച് അറിയുമായിരുന്നെങ്കിൽ ലസ്തബഖു ഇലൈഹി, അവർ അതിനുവേണ്ടി മത്സരിച്ചിട്ട് പോകുമായിരുന്നു. എന്താണ് തഹ്ജീർ എന്ന് പറയുന്നത്? ഹുവ തബ്കീറു ലിസ്സലാ, നിസ്കാരത്തിന് വേണ്ടി നേരത്തെ എത്തുക എന്നുള്ളതാണ്. നിസ്കാരത്തിന് വേണ്ടി ഒരാൾ നേരത്തെ എത്തുന്നതിന്റെ പ്രതിഫലം ഒരാൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അയാൾ നമ്മൾ സമ്മാന പദ്ധതിക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ നറുക്കെടുപ്പാണ്, ആരെ ഒരാൾക്ക് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയിട്ടേ ഒരാൾക്ക് ആ ഒരു ഹൈർ ലഭിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആ രൂപത്തിലേക്ക് തിരക്ക് കൂട്ടും എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. സലഫുകളെ കുറിച്ച് പറയുകയാണ് മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ്, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. മാ അദ്ദനൽ മുഅദ്ദിനു മുൻദു 30 സന ഇല്ലാ വ അന ഫിൽ മസ്ജിദ്, കഴിഞ്ഞ 30 വർഷമായിട്ട് മസ്ജിദിൽ ഇമാം ബാങ്ക് കൊടുക്കുമ്പോൾ ഞാൻ പള്ളിയിലുണ്ട് എന്നാണ് പറയുന്നത്. 30 വർഷമായിട്ട്, അതാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. 30 വർഷമായിട്ട് ഇമാം മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുമ്പോൾ ഞാൻ മസ്ജിദിലുണ്ട് എന്നാണ് പറയുന്നത്. വഖാൽ അയ്ദൻ, അദ്ദേഹം പറഞ്ഞതായി കാണാം, മാ സമിഅ്തു തഅ്ദീനൻ ഫി അഹ്ലി മുൻദു 30 സന, 30 വർഷമായിട്ട് ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ഉള്ളപ്പോൾ ബാങ്ക് കേട്ടിട്ടില്ല. അത് അദ്ദേഹം ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ വരുമായിരുന്നു എന്നാണ്. ഒരാൾ ബാങ്ക് കൊടുക്കുമ്പോൾ വന്നിട്ടില്ലെങ്കിൽ കുറ്റക്കാരനല്ല. എത്രത്തോളം ഇഖാമത്ത് കൊടുത്തിട്ടേ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ എങ്കിലും അയാൾ കുറ്റക്കാരനൊന്നുമല്ല. കാരണം ഇഖാമത്ത് കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ നിർബന്ധിതനാകുന്നത്. അതിനു മുമ്പ് വരുന്നത് ഫദ്ലാണ്, ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് ഒരാൾ ആക്ഷേപിക്കപ്പെടുകയില്ല. അയാൾ ഇഖാമത്ത് കൊടുക്കുമ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പോലും ഒരാൾ ആക്ഷേപിക്കപ്പെടുകയില്ല എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഫദ്ല് കിട്ടുക എന്നുള്ളതിനാണ് നമ്മൾ നേരത്തെ പുറപ്പെടുക എന്നുള്ളത്. ഇനി സഹോദരങ്ങളെ, ഒരാൾ വുളു എടുത്തുകൊണ്ട് മസ്ജിദിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, സ്വലാത്തു റജുലി ഫി ജമാഅ തസീദു അലാ സ്വലാത്തിഹി ഫി ബൈതിഹി വസ്വലാത്തി ഫി സൂഖിഹി ബിദ്അ വഇശ്രീന ദറജ. ഒരാൾ വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ അയാളുടെ അങ്ങാടിയിൽ ഷോപ്പിലൊക്കെ വെച്ചിട്ട് നിസ്കരിക്കുന്നതിനേക്കാൾ അയാൾ മസ്ജിദിൽ വന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് 20 ചില്ലാനവും അയാൾ ഇരട്ടി. ചില റിവായത്തിൽ അത് 25 ചില റിവായത്തിൽ 27 എന്നൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത്രയും ഇരട്ടി അയാൾക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്, കൂലി അത്രയും പ്രതിഫലം ലഭിക്കും. വദാലിക അന്ന അഹദഹും ഇദാ തവല്ലഅ ഫഅഹ്സന വുളു, അത് കിട്ടണേ ആദ്യം എന്ത് ചെയ്യണം? അയാൾ ആദ്യം വീട്ടിൽ നിന്ന് ഏറ്റവും നന്നായി വുളു എടുത്ത് പുറപ്പെടുകയാണ്. സുമ്മ അത്തൽ മസ്ജിദ ലാ യൻഹസുഹു ഇല്ല സ്വലാ, പിന്നീട് അയാൾ മസ്ജിദിലേക്ക് വരുന്നത് നിസ്കാരത്തിന് വേണ്ടി അല്ലാതെ മറ്റൊന്നുമല്ല. ലാ യുരീദു ഇല്ല സ്വലാ, നിസ്കാരം ഉദ്ദേശിച്ചിട്ട് മാത്രം വരികയാണ്. കാരണം ഉദ്ദേശിക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, പള്ളീൻ്റെ അടുത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും, പോകുമ്പോൾ ആ സാധനം മേടിക്കണം, മറ്റൊരു സാധനം മേടിക്കണം, അപ്പോൾ അതിൻ്റെ ഇടയിൽ നമസ്കരിക്കാൻ കയറും. ഇല്ല, ഇയാളെ സംബന്ധിച്ചിടത്തോളം മസ്ജിദ് മാത്രം, ഇതേ ചിന്ത ഉള്ളൂ, മസ്ജിദിലേക്ക് മാത്രമാണ് ഉദ്ദേശിച്ചിട്ട് ഇയാൾ യാത്ര ചെയ്യുന്നത്. പോകുന്നതിൻ്റെ ഇടയിൽ 1-2 കാര്യങ്ങളൊന്നും തീർക്കാനില്ല, മസ്ജിദിലേക്ക് തന്നെ. അങ്ങനെ അയാൾ നടക്കുക. ഫലം യഖ്തു ഖത്വ ഇല്ലാ റുഫിഅ ലഹു ബിഹാ ദറജ, അയാൾ ഒരു കാലടി മുന്നിലേക്ക് വെച്ചിട്ടില്ല, അയാളുടെ ഒരു പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയിട്ടല്ലാതെ, വഹുത്ത അൻഹു ബിഹാ ഖതിയ, അയാൾക്ക് സംഭവിച്ചു പോയ തെറ്റ് അല്ലാഹു മായ്ച്ചു കൊടുത്തിട്ടല്ലാതെ, ഹത്താ യദ്ഖുലൽ മസ്ജിദ്, മസ്ജിദിലേക്ക് പ്രവേശിക്കുവോളം ഇത് തന്നെ കിട്ടും. ചിലപ്പോൾ ഒരാൾ 500 അടി, ചിലപ്പോൾ ഒരാൾ 1000 അടിയൊക്കെ വെക്കുന്നുണ്ടാവും. ഓരോ അടിക്കും ഒരു പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു, ഒരു തിന്മ അയാൾക്ക് വായിച്ചു കൊടുക്കുന്നു. ഫൈദാ ദഖലൽ മസ്ജിദ് കാന ഫി സ്വലാത്തി മാ കാനത്ത് സ്വലാത്തു ഹിയ തഹ്ബിസ്, ഒരാളിപ്പോൾ ഇവിടെ എത്തി, മസ്ജിദിൽ നിസ്കാരം തുടങ്ങിയിട്ടില്ല, നിസ്കരിക്കുന്നതിൻ്റെ 20 മിനിറ്റ് മുമ്പ് എത്തി, 15 മിനിറ്റ് മുമ്പ് എത്തി, നിസ്കാരം ആരംഭിക്കുന്നത് വരെയും അയാൾ നിസ്കരിക്കുന്നവൻ്റെ പ്രതിഫലം തന്നെ അയാൾക്ക് കിട്ടും. കാരണം നിസ്കരിക്കൽ ജമാഅത്താണ് അയാൾ അവിടെ തടഞ്ഞു നിർത്തിയിട്ടുള്ളത്. അയാൾ മസ്ജിദിലേക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിനല്ല, ജമാഅത്ത് ആരംഭിക്കുന്നതിന് നേരത്തെ വന്നതാണ്. അതുകൊണ്ട് അത്രയും നേരം അയാൾക്ക് ആ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, ഒരാൾ മസ്ജിദിലേക്ക് പ്രവേശിച്ച് നിസ്കരിക്കാൻ വേണ്ടി എത്ര നേരം കാത്തു നിൽക്കുന്നുവോ അത്രയും നേരം അയാൾ നിസ്കരിക്കുന്ന ഒരുവന്റെ പ്രതിഫലം അയാൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. തീർന്നില്ല. വൽ മലായികത്തു യുസല്ലൂന അലാ അഹദിക്കും മാ ദാമ ഫി മജ്ലിസിഹി അല്ലദീ സല്ലാ ഫീഹി,
ഒരാൾ അവിടെ വന്ന് നിസ്കരിച്ചിരുന്നു കഴിഞ്ഞാൽ ആ ഫർദ് നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോഴാണെങ്കിലും ശരി, അല്ലെങ്കിൽ നിസ്കാരത്തിന് വേണ്ടി കാത്തിരുന്ന് നിസ്കരിക്കുകയാണെങ്കിലും ശരി, മലായിക്കത്തുകൾ അയാൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. അല്ലാഹു മർഹംഹു എന്ന് മലായിക്കത്തുകൾ പറയും. അള്ളാഹുവിന് കാരുണ്യം കൊടുക്കണമെന്ന്. അല്ലാഹു മഗ്ഫിർ ലഹു, അല്ലാഹു തുബ് അലൈഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന് പുറത്തു കൊടുക്കണമേ എന്നൊക്കെ മലക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മലക്കുകളുടെ പ്രാർത്ഥനയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ്. മാലം യുദിഫിഹി മാലം യുഹദിസ് ഫീ, അവന് ഒന്നും മുറിഞ്ഞിട്ടില്ല, മറ്റൊരാൾ ഉപദ്രവിക്കുന്ന ഒരു പരിപാടിയുമില്ല. മസ്ജിദിൽ വന്ന ആൾക്കാർ ഉപദ്രവിച്ച് പ്രയാസപ്പെടുത്തുന്നതല്ല, നാവ് കൊണ്ടോ കൈകാലുകൾ കൊണ്ടോ ഒന്നുമില്ല. വന്ന് അവിടെ അങ്ങനെ കാത്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മലായിക്കത്തുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. ഇനി ആ നടന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു രീതിയും കൂടിയുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇദാ സമിഅ്തുമുൽ ഇഖാമ. ഈ ഹദീസിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇഖാമത്ത് കൊടുക്കുമ്പോഴാണ് അവർക്ക് നിർബന്ധമാകുന്നത്. ഇദാ സമിഅ്തുമുൽ ഇഖാമ, നിങ്ങളൊരാൾ ഇഖാമത്ത് കേട്ട് കഴിഞ്ഞാൽ ഫംഷു ഇല സലാത്തി വ അലൈക്കും ബിസ്സക്കീനത്തി വൽ വഖാർ, നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി നടക്കേണ്ടത് ബിസ്സക്കീനത്തി വൽ വഖാർ, സക്കീനത്തോടുകൂടിയും വഖാറത്തോടുകൂടിയും ശാന്തതയോടുകൂടിയും അതുപോലെ തന്നെ ഗാംഭീര്യത്തോടുകൂടിയും നിങ്ങൾ നടക്കണം. വല തുസ്രിഉ, ധൃതിപ്പെട്ടുള്ള നടത്തം അത് നിങ്ങൾ ചെയ്യരുത്. ഫമ അദ്റക്തും ഫസല്ലു, കാരണം ധൃതിപ്പെടാനുള്ള ഒരു കാരണം എന്തായിരിക്കും? അവിടെ ഇപ്പോൾ ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞു എന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഫമ അദ്റക്തും ഫസല്ലു, നിങ്ങൾ കിട്ടുന്ന നിങ്ങൾ നിസ്കരിക്കൂ. ഒമ ഫാത്തക്കും ഫഅതിമ്മു, നഷ്ടപ്പെട്ട് നിങ്ങൾ പൂർത്തിയാക്കിയാൽ മതി. അതായത് ആ റക്കായത്തിന് വേണ്ടി നിങ്ങൾ എന്നിട്ട് റക്കായത്തിന് വേണ്ടി പോലും നിങ്ങൾ ഓടേണ്ടതില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതിന് മുമ്പ് പറയേണ്ട ആവശ്യമില്ല. റക്കായത്ത് നഷ്ടപ്പെടുമെന്ന് പേടി ഉണ്ടായാൽ പോലും നിങ്ങൾ ഓടരുത്, നടന്ന് വന്ന് നിസ്കരിച്ചാൽ മതി, കിട്ടിയത് നിസ്കരിക്കുക. അല്ലാത്തത് പൂർത്തിയാക്കി നിസ്കരിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് റിവായത്തിൽ സഹോദരങ്ങളെ ഇത് വന്നിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹം ഈ സക്കീനത്ത് എന്താണ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, അത്തഅന്നി ഫിൽ ഹറകാത്ത് വജ്തിനാബിൽ അബസ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞുള്ള ഒരു അലക്ഷ്യമായിട്ടുള്ള നടത്തുണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ ചലനത്തിലൊക്കെ ഒരു അവധാനത വെക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കുക, അതല്ല. നിസ്കാരത്തിന് വരുന്നവൻ ഒരു ഗൗരവമുള്ളൊരു കാര്യത്തിലേക്ക് പുറപ്പെടുന്ന, ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് പുറപ്പെടുന്ന ഒരാളെപ്പോലെയാണ് വരേണ്ടത്. എന്ന് പറഞ്ഞാൽ വഴിയിലുള്ള ആളോട് സലാം പറയേണ്ടെന്നോ കാര്യമായ എന്തെങ്കിലും വർത്താനം പറയേണ്ടെന്നോ ഒന്നുമല്ല. ആളെ കണ്ടാൽ ചിരിക്കരുത്, അങ്ങനെയൊന്നുമല്ല ഈ പറയുന്നത്. മറിച്ച് ചിലരെന്തായിരിക്കും വരുമ്പോൾ ഇങ്ങനെ അവിടെയുള്ള അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി ആകാശത്തേക്ക് നോക്കി എല്ലായിടത്തും നോക്കി ആ രൂപത്തിൽ നടത്തായിരിക്കും. എന്തിനാ ഒരു ലക്ഷ്യമില്ലാതെ പുറപ്പെട്ട ഒരാളെ പോലെ ആയിരിക്കും. അങ്ങനെ ആകാൻ പാടില്ല. മറിച്ചൊരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടി ഒരു പ്രതിഫലേച്ഛയോടുകൂടി പുറപ്പെടുന്ന ഒരാളെപ്പോലെ ഗാംഭീര്യത്തോടുകൂടിയും ശാന്തതയോടുകൂടിയും തിരക്കൂട്ടാതെ ഒരാൾ നടന്നെടുക്കണം. അതാണ് നടക്കുമ്പോഴുള്ള സുന്നത്ത്, അത് പാലിക്കുക. ഇനി സഹോദരങ്ങളെ, മസ്ജിദിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്കറിയാവുന്നതാണ്, വലതുകാല് വെച്ചാണ് നമ്മൾ മസ്ജിദിലേക്ക് പ്രവേശിക്കേണ്ടത്. പുറത്തിറങ്ങുമ്പോൾ ഇടതുകാല് വെച്ചായിരിക്കും പ്രവേശിക്കുക. ഇക്റാമുള്ള ഒരാളെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നന്മയുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും തുടങ്ങേണ്ടത് വലതു കൈ കൊണ്ടാണ്. വലതുകൊണ്ടാണ്. മനസ്സിലാകും. ഒരാൾക്ക് എന്തെങ്കിലും എടുത്ത് കൊടുക്കുമ്പോൾ അത് വലതുകൊണ്ടാണ്. നമ്മൾ നല്ലൊരു കാര്യം എടുക്കുമ്പോൾ അത് വലതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു മുസ്ഹാഫ് എടുക്കുമ്പോൾ അത് വലതുകൊണ്ടാണ്. പലരും ശ്രദ്ധിക്കൂല, ഇടത്തെ കൈ കൊണ്ടൊക്കെ എടുക്കും, ഇടത്തെ കൈ കൊണ്ട് കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. ഏതൊരു ഇക്റാമുള്ള കാര്യം നമ്മൾ വലത്തേ കൈ. എന്നാൽ പിന്നെ ഒരു വേസ്റ്റ് നമ്മൾ എടുത്ത് നീക്കുകയാണെങ്കിലോ, ഒരു മാലിന്യം എടുത്ത് നീക്കുകയാണ്, നമ്മൾ ഇടത്തെ കൈ ഉപയോഗിക്കുക. കാരണം ഒരു ഇക്റാമുള്ള കാര്യമല്ല, അതൊരു മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഇടത്തെ കൈ ആയിരിക്കും ഉപയോഗിക്കുക. എന്നാൽ നല്ലതായ എല്ലാ കാര്യങ്ങൾക്കും വലത്തെ കൈ ഉപയോഗിക്കുക. അങ്ങനെ മസ്ജിദിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ്, നിങ്ങളൊരാൾ മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫല്യഖുൽ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ നീ എനിക്ക് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വഇദാ ഖറജ ഫല്യഖുൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, പുറത്തേക്ക് പോകുമ്പോൾ പറയണം അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. വലിയ ഹിക്മത്തുള്ള കാര്യമാണ്. കാരണം നമ്മൾ കയറുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മലായിക്കത്തുകളുടെ സാന്നിധ്യമുള്ള അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ കാരുണ്യങ്ങളൊക്കെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്ന സ്ഥലമാണ് മസ്ജിദുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് നേരെ കൊട്ടിയടക്കാൻ പാടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് തന്നെ നൽകണം. അപ്പോൾ അതിനെക്കൊണ്ടുള്ള തേട്ടം തേടിയിട്ടാണ് മസ്ജിദിലേക്ക് വരുന്നത് തന്നെ. നമ്മൾ പറഞ്ഞു മസ്ജിദിൽ വന്നിരുന്നാൽ പിന്നെ മലക്കുകളൊക്കെ റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്നും എനിക്ക് നഷ്ടപ്പെടരുത്, അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടാണ് അകത്ത് കയറുന്നത്. ഇനി പുറത്തേക്ക് പോയാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉപജീവനത്തിന് പോകണം, റിസ്ക്ക് വേണ്ടി തേടി പോകണം. അപ്പോൾ അല്ലാഹുമ്മ അസ്അലുക മിൻ ഫദ്ലിക്, അള്ളാഹു നിൻ്റെ ഔദാര്യത്തിൽ ഞാൻ നിന്നോട് ചോദിക്കാൻ, എന്നിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. പിന്നീട് മസ്ജിദിലേക്ക് വരുമ്പോൾ റഹ്മത്ത് കിട്ടണം, പുറത്തേക്ക് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യം കിട്ടണം. ഈ രൂപത്തിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ മസ്ജിദിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി വേറെ ചില റിവായത്തിൽ നമ്മൾ ബിസ്മില്ല വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല
എന്ന് പറഞ്ഞ് സലാത്തുണ്ട്, തുടക്കത്തിലൊരു ബിസ്മി ഉണ്ട്, എന്നിട്ടാണ് അല്ലാഹു ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന് പ്രാർത്ഥിക്കാനുള്ളത്. വേറെ ചില റിവായത്തിൽ ഔദു ബില്ലാഹിൽ അലീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് പിശാചിന്റെ ഷർറിൽ നിന്നും മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ ചോദിച്ചുകൊണ്ട്, അവൻ്റെ അനാദിയായ അധികാരത്തിനെ മുൻനിർത്തിക്കൊണ്ട്, അവൻ്റെ മുഖത്തെ മുൻനിർത്തിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പിശാചിൽ നിന്നും രക്ഷ ചോദിച്ചുകൊണ്ടും ഉള്ള പ്രാർത്ഥന വന്നിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥനയുടെ കിതാബുകൾ എടുത്തു വെച്ചാൽ നമുക്കിതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്യുക, അത് വലിയ സുന്നത്തുള്ള കാര്യമാണ്. അതിനുശേഷം മസ്ജിദിലേക്ക് എത്തിയാൽ ഇരിക്കുന്നതിന് മുമ്പ് ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ് ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റക്അത്തൈൻ, 2 റക്അത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ ഇരിക്കാൻ പാടില്ല. ഇത് സുന്നത്താണ്. അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ഇത് വാജിബാണോ സുന്നത്താണോ എന്നുള്ളത് ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് സുന്നത്താണ് എന്നാണ്. അത് ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുറ്റക്കാരനാവില്ല. പക്ഷേ അയാൾക്ക് വലിയൊരു ഫضل നഷ്ടപ്പെടും. ഒരു സുന്നത്ത് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഫضل നഷ്ടപ്പെടലാണ്. കാരണം മസ്ജിദിനെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ നമ്മൾ മറ്റു സ്ഥലങ്ങളെ പോലെയല്ല. നമ്മളവിടെ വന്നു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അതിൻ്റെ ഫضل ഒരാൾക്ക് ലഭിക്കും. ഇനി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 1ാമത്തെ സഫ് കരസ്ഥമാക്കാനായിരിക്കണം മസ്ജിദിലേക്ക് എത്തിയാൽ അത് ശ്രദ്ധിക്കേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു സുഫൂഫി റിജാലി അവ്വലുഹ, പുരുഷന്മാരുടെ സഫിൽ ഏറ്റവും ഖൈറുള്ളത് 1ാമത്തേതാണ്. വശരിഹ ആഖിറുഹ, ഏറ്റവും ഷർറെന്ന് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ പറയുന്നത് ഫضل കുറഞ്ഞതെന്നാണ്, മോശമെന്നല്ല. ഒരാൾ ബാക്കിൽ ഇരുന്ന മോശം എന്നല്ല, മസ്ജിദിലേക്ക് എത്തിയ ഒരാൾ പിന്നെ മോശം ചെയ്യുക എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് അഫ്ദൽ അല്ലാത്തത്, ഫضل കുറഞ്ഞത് അവസാനത്തിലാണ്. വഖൈറു സുഫൂഫി നിസാഇ ആഖിറുഹ, സ്ത്രീകളുടെ സഫിൽ ഏറ്റവും ഖൈറുള്ളത് അത് അവസാനത്തിലാണ്. വശറുഹ അവ്വലുഹ, അതിലേറ്റവും മോശം അല്ലെങ്കിൽ ഏറ്റവും ഫضل ഇല്ലാത്തത് ആദ്യത്തിലാണ്. ഇത് പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഈ ഹദീസ് ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ മറ ഉണ്ടായിരുന്നില്ല. അന്ന് ചെറിയ മസ്ജിദാണ്, ചെറിയ രീതിയിലുള്ളൂ. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ വന്നു കഴിഞ്ഞാൽ 1ാമത്തെ സഫിൽ നിൽക്കും, സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പുറകിൽ സഫിൽ നിൽക്കണം. ഈ പണ്ഡിതന്മാർ ഈ ഹദീസ് ആണും പെണ്ണും കൂടിക്കലരുക എന്നുള്ളത് പാടില്ല എന്നതിന് തെളിവ് കൊടുത്തിട്ടുണ്ട്. കാരണം പുരുഷന്മാരുടെ ഏറ്റവും മുന്നിൽ ഹൈറാക്കി കൊടുത്ത് സ്ത്രീകൾ ഏറ്റവും പുറകിൽ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. പുരുഷന്മാരുടെ ബാക്കിലുള്ളത് ഷർറായി പറഞ്ഞു, സ്ത്രീകളുടെ മുന്നിലുള്ളത് ഷർറായി പറഞ്ഞു. അടുത്ത് വരുന്നത് ദൂരമായിട്ട് നിസ്കരിക്കാനാണ് പറഞ്ഞത്. അതൊരു നിസ്കാര വേളയിലാണ് നമ്മൾ ഓർക്കണം. അവിടെ പോലും സ്ത്രീയും പുരുഷനും വേറെ വേറെ നിൽക്കണം എന്ന് പറയാൻ, ഒരുമിച്ച് നിൽക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. അത് പ്രത്യേകം സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. എന്നാൽ ഇന്ന് കാലത്തുള്ളതുപോലെ സ്ത്രീകൾക്ക് പ്രത്യേകമായ സ്ഥലമുണ്ട് എങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും പുറകെ പോയി നിൽക്കേണ്ടതില്ല. കാരണം അവിടെ ഈ പറയുന്ന ഒരു കാരണമില്ല, പുരുഷന്മാരുമായി കൂടിക്കലരുക എന്ന് പറയുന്ന കാരണമില്ല. അതുകൊണ്ട് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കാണാം, ഇന്ന് കാലത്തെ മസ്ജിദുകളാണ്, മറയുള്ള മസ്ജിദുകളാണ് എങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 1ാമത്തെ സഫിൽ തന്നെ നിൽക്കാം. 1ാമത്തെ സഫിൽ തന്നെ നിൽക്കാം. ആ മസ്ജിദിൻ്റെ ഏറ്റവും പുറകിൽ പോയി നിൽക്കേണ്ടതില്ല. കാരണം ഏതൊരു കാരണത്താലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുള്ളത്, ആ കാരണം ഇന്ന് നീങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ നീങ്ങാതെ നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണ്, അപ്പോൾ അവിടെ ഒരു ബസ്സിൽ കുറേ പുരുഷന്മാർ സ്ത്രീകളൊക്കെ ഉണ്ട്, ജമാഅത്ത് നിസ്കരിക്കണം. എന്ത് ചെയ്യും? ഈ പറയുന്ന കാരണം അവിടെ ഉണ്ട്, അവിടെ മറ ഉണ്ടാക്കാൻ ചിലപ്പോൾ പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യണം? പുരുഷന്മാർ മുന്നിൽ സഫിൽ നിൽക്കുക, സ്ത്രീകൾ കുറേ ബാക്കിൽ പോയി നിൽക്കുക. അല്ലാതെ പുരുഷൻ്റെ നേരെ ബാക്കിൽ വന്ന് നിൽക്കണ്ട, അങ്ങനെയല്ല. കുറേ ബാക്കിൽ പോയി സ്ത്രീകൾ സഫ് കിട്ടുക, മുന്നിൽ പുരുഷന്മാർ സഫ് കിട്ടുക, അങ്ങനെ ജമാഅത്ത് നിസ്കരിക്കുക. പിന്നെ വരുന്ന പുരുഷന്മാർ അതിൻ്റെ ബാക്കിൽ, പിന്നെ വരുന്ന സ്ത്രീകൾ അതിന് മുന്നിൽ, അങ്ങനെയായിട്ട് അവിടെ ചെയ്യുക എന്നുള്ളത് സഹോദരങ്ങളെ മനസ്സിലാക്കുക. അപ്പോൾ 1ാമത്തെ സഫിന് വലിയ ഹൈറുള്ള കാര്യമാണ് എന്നുള്ളത് ഒരുപാട് ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നീട് നിൽക്കുന്ന സമയത്ത് സഫിൽ തന്നെ, 1ാമത്തെ സഫിൽ തന്നെ ഏറ്റവും പുണ്യമുള്ളത് ഇമാമിൻ്റെ തൊട്ടടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. ഇമാമിനോട് ഖുർബുണ്ടാകുക, അതാണ് ഏറ്റവും പുണ്യമുള്ളത്. അവിടെ ചിലർ തെറ്റിദ്ധരിച്ചതുപോലെ നിരുപാധികം വലതേ ഭാഗത്തിനല്ല സുന്നത്തുള്ളത്. മറിച്ച് ഇമാമിനോട് അടുത്ത് നിൽക്കുന്ന ഇടത്തെ ഭാഗമാണ് ഇമാമിനോട് ദൂരെ ആയിട്ടുള്ള വലത്തെ ഭാഗത്തിനേക്കാളും ഫضലുള്ളത്. അത് ശ്രദ്ധിക്കണം. ഒന്നാമത് ഒരാൾ വലത്തെ ഭാഗത്ത് വന്ന് നിന്നു, പിന്നെ അടുത്ത ഭാഗത്താണ് നിൽക്കേണ്ടത്. പിന്നെ വലത്തെ ഭാഗത്ത് നിന്നാൽ പിന്നെ അടുത്ത ഭാഗത്താണ് നിൽക്കേണ്ടത്. അവിടെ ഇമാമിനോടുള്ള സാമീപ്യമുണ്ട്. ഹദീസിൽ വന്നതുപോലെ ഇമാമിനെ മധ്യത്തിലാക്കുക എന്ന് പറയുന്ന കാര്യമുണ്ട്. അതല്ലാതെ എല്ലാവരും കൂടി വലത്തെ ഭാഗത്ത് നിന്നിട്ട് അടുത്ത ഭാഗത്ത് ആരും ഇല്ലാത്ത രീതിയല്ല. മറിച്ച് വലത്തും അടുത്തും മാറി മാറി നിൽക്കുക, ഇമാമിനോട് അടുത്ത് നിൽക്കുക എന്നുള്ളതിനാണ് കൂടുതൽ ഫضലുള്ളത് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ ആ സഫ് കെട്ടുന്ന സമയത്ത് അതുകൂടി ശ്രദ്ധിക്കുക. അപ്പം ഇത്രയുമാണ് സഹോദരങ്ങളെ നിസ്കാരം വരെയുള്ള സമയത്തുള്ളത്. അതായത് ഫജ്ർ ബാങ്ക് കൊടുത്തിട്ട് നമ്മൾ സഫിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പം അതുവരെയുള്ള സുന്നത്തുകളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് നിസ്കാരം മുതൽ ശേഷമുള്ള സുന്നത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. അല്ലാഹു തആല കേട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.